നമസ്കാരം, ഞാൻ ഡോക്ടർ ടെനി. ഹെലിക്കോബാക്ടർ പൈലോറി അല്ലെങ്കിൽ എച്ച് പൈലോറി എന്ന ബാക്ടീരിയയെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ പോപ്പുലേഷനിൽ 50% ആൾക്കാരിലും എച്ച് പൈലോറിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇത് തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കാൻ സാധ്യതയില്ല. പിന്നീട് അത് നമ്മുടെ പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, അട്രോപ്പിക് ഗ്യാസ്ട്രൈറ്റിസ് അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇത് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതിരുന്നാൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഏജ് ആകുമ്പം ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ എച്ച് പൈലോറിയുടെ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചികിത്സയുടെ അഭാവം മൂലം അത് തുടരുകയും വീണ്ടും നമുക്ക് രോഗമുണ്ടാവുകയും സിംറ്റംസ് കാണിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എച്ച് പൈലോറി ഉണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നെഞ്ചരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ഛർദി, പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വയറുവേദന, ഡയറിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വെയിറ്റ് ലോസ് അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സിംറ്റംസ് കാണിച്ചിട്ട് നമ്മൾ ചികിത്സയൊന്നും എടുക്കാതെ ഈ സിംറ്റംസ് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ അൾസർ അല്ലെങ്കിൽ മുറിവുകൾ രൂപപ്പെടുകയും അതുമൂലം നമ്മൾക്ക് നമ്മുടെ സ്റ്റൂളിൽ ബ്ലഡ് കാണുകയും സ്റ്റൂൾ കുറച്ച് ബ്ലാക്ക് കളറിലൊക്കെ കാണുകയും പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവുകയും അതികഠിനമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. എച്ച് പൈലോറിയുടെ സാന്നിധ്യം ഡിയോഡിനൽ ലൈനിങ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൻ്റെ ആവരണത്തെയൊക്കെ സാരമായിട്ട് ബാധിക്കും. നമ്മൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ആ ഒരു അസിഡിക് നേച്ചർ ആയിട്ട് പോലും ഈ എച്ച് പൈലോറി ബാക്ടീരിയ അവിടെ സുഗമമായിട്ട് വളരും. അതിൻ്റെ കാരണം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിയസ് എന്ന എൻസൈമാണ്. എച്ച് പൈലോറി ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാസവസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആമാശയ കോശങ്ങളെയൊക്കെ നശിപ്പിക്കും. പിന്നെ കോശങ്ങളെയൊക്കെ കൂടുതൽ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ പ്രോട്ടിയസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ആമാശയത്തിലെ കോശങ്ങളെയൊക്കെ നശിപ്പിക്കും. തുടർന്ന് ചികിത്സ ലഭിക്കാത്തത് മൂലം ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ ക്യാൻസർ എന്ന് ഞാൻ പറഞ്ഞത് എച്ച് പൈലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടനെ ക്യാൻസർ എന്നുള്ളതല്ല. ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ നമ്മൾ കുറച്ച് നാളിത് കൊണ്ടുപോകുക അല്ലെങ്കിൽ കുറച്ച് ഏജൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കൂടി വന്നിട്ട് ലാസ്റ്റിൽ ക്യാൻസറായിട്ട് മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എച്ച് പൈലോറി ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ വളരെ പേടിക്കുകയൊന്നും വേണ്ട. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വളരെയധികം ക്യൂർ ചെയ്യുന്നൊരു ബാക്ടീരിയയാണ്. നമുക്ക് നീക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. ഇനി ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എച്ച് പൈലോറി ഉള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ നമ്മൾ കുടിക്കുക. പിന്നെ ഓറൽ ടു ഓറൽ അതെന്ന് വെച്ചാൽ മൗത്ത് ടു മൗത്ത് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ മലമൂത്ര വിസർജനം വഴി പിന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയില്ലായ്മയൊക്കെ കാരണം നമുക്കിത് പകരാൻ സാധ്യതയുണ്ട്. എച്ച് പൈലോറി ബാക്ടീരിയ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പല ടെസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റാണ്. ബ്ലഡ് അല്ലെങ്കിൽ യൂറിനോ ആണെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. യൂറിനിൽ ഇതിൻ്റെ ആൻറ്റിബോഡീസ് കാണുമ്പോൾ നമുക്കതിനെ കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ അത് അത്ര ആക്യുറസി തരുന്ന ഒരു ടെസ്റ്റ് അല്ല. പിന്നെ അടുത്തതാണ് യൂറിയ ബ്ലഡ് ടെസ്റ്റ്. പിന്നെ ഉള്ളത് എൻഡോസ്കോപ്പി വഴി ബയോപ്സി എടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് എൻഡോസ്കോപ്പി ചെയ്തിട്ട് ആമാശയ കോശങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് അതിനെ പരിശോധിച്ച് എച്ച് പൈലോറി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത് നമുക്ക് കുറച്ചുകൂടെ കൺഫേം ആക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം ട്രീറ്റ്മെൻറ്റ് ഇതിന് അത്യാവശ്യമാണ്. ഡയഗ്നോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ആയുർവേദത്തിൽ ഇതിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൂടെ ചെയ്താൽ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിന്നും വളരെ നമുക്കൊരു രോഗമുക്തി ഉണ്ടാവുകയും ചെയ്യും. ഡയറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കഴിവതും നമ്മൾ എരിവും പുളിയും ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. പ്രോസസ്ഡ് ഫുഡ് കഴിക്കാതിരിക്കുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ അതൊക്കെ നിർത്തുക. പൊട്ടറ്റോ, ക്യാബേജ്, പിന്നെ നട്ട്സ് അതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മളത് പാടെ ഒഴിവാക്കണ്ട, പക്ഷെ അത് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പം നമുക്ക് എച്ച് പൈലോറി ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് ഡയറ്റിലൂടെയും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലൂടെയും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡയറ്റ് പറയുകയാണെങ്കിൽ നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രൂട്ട്സിൽ ആപ്പിൾ നല്ലതാണ്, ബെറീസ് നല്ലതാണ്, പൊമോഗ്രാനേറ്റ് വളരെയധികം നല്ലതാണ്. അത് നമുക്ക് ജ്യൂസ് അടിക്കാതെ അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ കുരുവായിട്ട് തന്നെ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇലക്കറികളൊക്കെ കഴിക്കുക. ഏറ്റവും നല്ലത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ബ്രോക്കലിയും നമുക്ക് ആവി കയറ്റി നന്നായിട്ട് കഴുകിയിട്ട് ആവി കയറ്റി കഴിക്കുന്നത് നല്ലതാണ്. ഇനിയും കുറച്ച് പൊടിക്കൈകൾ അതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡ്രഗ് പോലെ നമുക്ക് ഉപയോഗിച്ച് ഇതിനാശ്വാസം കിട്ടത്തക്ക രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പച്ച ഏത്തക്കായ, നമുക്ക് ഈ പച്ച ഏത്തക്കായ ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ കുറുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അത് പാലിൽ കുറുക്കി ഒരു നേരമെങ്കിലും നമ്മൾ കഴിക്കുക. അതിന് വളരെയധികം എഫക്റ്റീവാണ്.
പച്ച ഏത്തക്ക ഇങ്ങനെ കഴിക്കാം, പിന്നെ നമുക്ക് ഡെയിലി ഒരു പഴുത്ത ഏത്തക്ക പുഴുങ്ങി കഴിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഒരു ദിവസം കഴിച്ചാൽ മതി. പിന്നെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇരട്ടി മധുരം അത് വളരെയധികം നല്ലതാണ്. ഇരട്ടി മധുരം ഒരു 1/2 ടീസ്പൂൺ ഡെയിലി വെള്ളത്തിൽ കലക്കി കുടിക്കാം, അല്ലെങ്കിൽ തേനിൽ ചാലിച്ച് നമുക്ക് കഴിക്കാം. ഡെയിലി നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇഞ്ചിയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാം. തേൻ 1 ടീസ്പൂൺ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. അടുത്തത് വെളുത്തുള്ളിയാണ്. നമുക്ക് വെളുത്തുള്ളി പാൽ കഷായമായിട്ട് വെച്ച് കഴിക്കാം. അതായത് ഒരു 1/2 ഗ്ലാസ് പാലെടുക്കുക, 2.5 ഗ്ലാസ് വെള്ളം എടുക്കുക, അപ്പം മൊത്തം 3 ഗ്ലാസ്സായി. അതിനെ നമുക്ക് 1 ഗ്ലാസ്സായിട്ട് തിരിച്ച് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് 1 ഗ്ലാസ്സായിട്ട് വറ്റിക്കുക, എന്നിട്ടത് കുടിക്കുക. അതൊരു നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസം കഴിക്കാൻ പറ്റും. പിന്നെ അലോവേറയുടെ ജെല്ലാണ്. അലോവേറയുടെ ജെല്ല് മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും. അത് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ കുറച്ച് തേനൂടെ മിക്സ് ചെയ്യാം. പിന്നെ മഞ്ഞളാണ്. മഞ്ഞൾ നമുക്ക് പാലിൽ കുടിക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ആയുർവേദ ഫാർമസിയിലൊക്കെ വാങ്ങാൻ കിട്ടും ത്രിഫല പൊടി അല്ലെങ്കിൽ ത്രിഫല ടാബ്ലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ടാബ്ലറ്റ് ആണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഒരെണ്ണം കഴിക്കുക, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ രാത്രി കിടക്കുമ്പം 1/4 ടീസ്പൂൺ പൊടി പാലിൽ കലക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കുകയോ നമുക്ക് കുടിക്കാൻ പറ്റും. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൽ കൂടാൻ പാടില്ല. ഇത്രയും ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒന്നാണ് പ്രോബയോട്ടിക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തൈര്, പഴങ്കഞ്ഞി അതുപോലുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതും ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം നമ്മുടെ വയറിനുള്ളിൽ നല്ല ബാക്ടീരിയ ആവശ്യമാണ് ഇതിനോടൊക്കെ പൊരുതാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം പ്രോബയോട്ടിക്സ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം തൈര് പോലുള്ള ആഹാരങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇത്രയും ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സിംഗിൾ ഡ്രഗ് ഞാൻ കുറച്ച് പറഞ്ഞു. നമ്മളതിൽ 1-2 സെലക്ട് ചെയ്ത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ചെയ്യാൻ പറഞ്ഞത് ഡെയിലി ചെയ്യുക എന്ന് വെച്ചാൽ ഹണിയൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാം. ഈ വെളുത്തുള്ളി പാൽ കഷായം പോലുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 2-3 അലോവേറയും അങ്ങനെ തന്നെ മതി. ഒരു ആഴ്ചയിൽ 2-3 തവണ കഴിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഡെയിലി എടുക്കാൻ പറ്റുന്നതാണ് സിംഗിൾ ഡ്രഗ്. അപ്പം ഇത്രയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. എച്ച് പൈലോറി ബാക്ടീരിയ ഉണ്ടെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ വളരെയധികം ആശ്വാസം കിട്ടും. അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റും അത്യാവശ്യമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടും ആരോഗ്യത്തോടും ഇരിക്കുക. താങ്ക് യു സോ മച്ച്.